ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് ഇൻഫിനിറ്റി ഡിസൈനിൽ വരച്ച ചിത്രങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ സ്കെച്ച് ബുക്കിൽ നിന്ന് സ്മഡ്ജ് ചെയ്യാമെന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. ഇനി ആദ്യം തന്നെ ഇൻഫിനിറ്റി ഡിസൈൻ ഓപ്പൺ ചെയ്യുക. ഇൻഫിനിറ്റി ഡിസൈൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ ചെയ്ത് വെച്ച വർക്ക്, നമുക്ക് സ്മഡ്ജ് ചെയ്യാൻ വേണ്ടി വെച്ച വർക്ക്, ഇൻഫിനിറ്റി ഡിസൈൻ ചെയ്ത ആ ഒരു വർക്ക് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യണം. ഞാനിവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ലോഡാവുകയാണ്, എല്ലാ ലെയറുകളും ഒന്ന് ലോഡാവുകയാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഫോണ് ഡയറക്റ്റ് നേരെയായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് വെച്ചത് ലെയർ കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നേരെ എഡിറ്റ് എന്ന ടൂളിലേക്ക് പോവുക. ഞാനിവിടെ ഔട്ട്ലൈൻ ഇട്ടതിൽ ചെറിയ എന്തായാലും നമ്മൾ റീ ഓപ്പൺ ചെയ്യുമ്പോൾ ചെറിയ കറക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹെയറിൻ്റെ ആ ഒരു സെക്ഷൻ ഞാനൊന്ന് റെഡിയാക്കി കൊടുക്കുക. ഓക്കെ, ഒന്ന് റെഡിയാക്കി കൊടുത്തു. അപ്പോൾ നമ്മുടെ ഈ ഒരു പിക്ചർ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന എല്ലാ ലെയറുകളും നോക്കാം നിങ്ങൾ. ഫസ്റ്റ് ഞാൻ ഔട്ട്ലൈനിൻ്റെ ലെയർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കളറുണ്ട്, അപ്പോൾ അതിൽ 5 കളർ യൂസ് ചെയ്തിട്ടുണ്ട്. ആ കളർ മുഴുവനായി മെർജ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതാണ് രണ്ടാമത്തത്. അങ്ങനെ ഫേസിൽ ഉപയോഗിച്ച എല്ലാ ഡാർക്ക് ഷെയ്ഡ് ടു ലൈറ്റ് ഷെയ്ഡ് വരെയുള്ള എല്ലാ കളറുകളും അതിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ മൂന്നാമതിൽ ഹെയറിൽ ആ ഒരു ക്യാപ്പാണ്, ക്യാപ്പിൽ ചെറിയൊരു ഭാഗമുണ്ട്. ഓക്കെ, നാലാമത് വീണ്ടും ഫേസിൻ്റെ കളറാണ് വന്നിരിക്കുന്നത്. അതിൽ ഒരു 5 ലെയർ ഉണ്ട്. ആ 5 ലെയർ മെർജ് ചെയ്തിട്ടാണ് ഈ ഒരു ഫേസിൻ്റെ ലെയർ മാത്രമാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ ലെയറുകളും ഓരോന്നോരോന്നായി സേവ് ചെയ്തിട്ട് അത് നമ്മൾ ഓരോ ഏരിയ ചെയ്ത് വരുമ്പോൾ ഓരോന്നോരോന്നായി മെർജ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ ഇതെങ്ങനെ സ്മഡ്ജ് ചെയ്യാമെന്ന് നോക്കാം. ഈസി ആയിട്ട് സ്മഡ്ജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താക്കും, ഫസ്റ്റത്തെ ലെയർ ഒഴികെ ബാക്കി എല്ലാ ലെയറും ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അങ്ങനെ ആ ഒരു 6 ലെയറുകൾ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റത്തെ ലെയർ ഞാൻ സേവ് ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് മുകളിലത്തെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എക്സ്പോർട്ട് എന്ന ഓപ്ഷനിലേക്ക് വരിക. എന്നിട്ട് ഈ സൈസിൻ്റെ ഓപ്ഷൻ ആണ്, അത് മുഴുവനായി കൂട്ടി കൊടുക്കുക. നല്ല ക്വാളിറ്റി സേവ് ആവാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി ഇവിടെ PNG എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. ഓക്കെ, എൻ്റെ ഇപ്പോൾ ഓൾറെഡി PNG ആണ് ഉള്ളത്. ഇനി ഇവിടെ നമുക്ക് കാണാം ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ, അത് നമുക്ക് വേണ്ട, ഹൈഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തു. അഥവാ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു കളറും സേവ് ആകും, അത് വേണ്ട. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സേവ് കൊടുത്തു. ഇതൊന്ന് സേവ് ആകാൻ കുറച്ച് ടൈം എടുക്കും. ഇൻഫിനിറ്റി ഡിസൈൻ നല്ല ക്വാളിറ്റിയിലായിരിക്കും സേവ് ആകും. ഓക്കെ, ഫസ്റ്റ് സേവ് ആയി. ഇനി രണ്ടാമത്തെ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത ലെയറിനെ ഹൈഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് രണ്ടാമത്തെ ലെയർ ഓപ്പൺ ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതും സേവ് ചെയ്യുക. PNG തന്നെ കൊടുക്കുക. PNG കൊടുത്തു, സേവ് കൊടുത്തു. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഈ 5 ലെയറുകളും ഇത് മേലത്തെ ലെയർ ഹൈഡ് ചെയ്യുക. എന്നിട്ട് മൂന്നാമത്തെ ലെയർ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് സേവ് ചെയ്യുക. അപ്പോൾ അത് ടൈം എടുക്കുന്നതുകൊണ്ടാണ് ഞാനൊന്ന് സ്പീഡാക്കുകയാണ്. ഓക്കെ, ഓരോ ലെയറും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സേവ് ചെയ്യണം, ഇല്ലെങ്കിൽ സ്മഡ്ജ് ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നം വരും. അതുകൊണ്ടാണ് എന്നാൽ PNG ഓപ്ഷൻ തന്നെ കൊടുക്കുകയും വേണം. എന്നാലും നമുക്ക് സ്കെച്ച് ബുക്കിലേക്ക് വരുമ്പോൾ കറക്റ്റായിട്ട് സ്മഡ്ജ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം PNG കൊടുക്കാതെ JPGയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ കളർ വരും. പിന്നീട് സ്മഡ്ജിങ്ങോ കാര്യമോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഓരോ ലെയറും PNG ആയിട്ട് തന്നെ കിട്ടണം. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ ഈ ഒരു 8 ലെയറുകളും ഓരോന്നോരോന്നായി PNG മാത്രമായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നായി സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നേരെ സ്കെച്ച് ബുക്കിലേക്ക് വരാം. ഓക്കെ, ഇനി നേരെ സ്കെച്ച് ബുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സ്കെച്ച് ബുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നേരെ സ്കെച്ച് ബുക്കിൻ്റെ താഴെയായിട്ട് കാണുന്ന ആ ഒരു പ്ലസ് ഐക്കൺ പ്രസ് ചെയ്യുക. എന്നിട്ട് ന്യൂ ഫ്രം ഇമേജ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്തു വെച്ച വർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പിക്ചേഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഫോൾഡറായിട്ട് ഓരോന്ന് വരും. അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റി ഡിസൈനിൽ സേവ് ചെയ്ത് വെച്ച വർക്കൊക്കെ എക്സ്പോർട്ട് എന്ന ഒരു ഫോൾഡറിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത ആ ഒരു എല്ലാ 8 ലെയറാണെങ്കിൽ ആ ഒരു 8 PNG ഫോട്ടോയും ഉണ്ടാകും. അപ്പോൾ അതിൽ വേണ്ട ഓരോ ലെയറുകൾ പ്രസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഞാൻ ഫസ്റ്റത്തെ പ്രസ് ചെയ്തു. അപ്പോൾ നമുക്ക് സ്കെച്ച് ബുക്കിൽ ആ ഒരു കറക്റ്റ് സൈസിൽ അത് അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നേരെ ഇവിടെ ലെയറിൻ്റെ സെക്ഷനിൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇപ്പം കാണുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ഇവിടെ നേരെ പ്ലസ് നയിക്കണം പ്രസ് ചെയ്യുക. ഇനി ഒറ്റ ലെയറെ ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നുള്ളൂ. അത് നമ്മളിപ്പോൾ എടുത്ത ആ ഒരു പിക്ചറിൻ്റെ താഴെയാക്കി, എന്നാൽ ആ ഒരു PNGയുടെ താഴെയാക്കി വെച്ചു.
ഓക്കെ, ഇനി നേരെ ഇവിടെ ടൂളിൻ്റെ സെക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ടാവും, അത് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇമ്പോർട്ട് ഇമേജ് എന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ കൊടുക്കുക. അവിടെ കൊടുത്തതിന് നേരെ ഗാലറിയിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ ആ ഒരു എക്സ്പോർട്ടിൻ്റെ സെക്ഷനിലേക്ക് വരും. എന്നിട്ട് ഇവിടെ രണ്ടാമത്തെ പിക്ചർ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അവിടെ ആഡ് ആയിട്ടുണ്ട് ആ ഒരു ഫോട്ടോയും, അത് നമ്മൾ ടിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ലെയറുകൾ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിരിക്കും. നമ്മൾ ഈ ഒരു ലെയർ ആഡ് ചെയ്യുമ്പോൾ ബാക്ക് അടിക്കാനൊന്നും പാടില്ല. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ലെയർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്തു വെച്ച ഫ്രീ ലെയറില്ലേ അതിൽ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ ഇമ്പോർട്ട് ഇമേജിലേക്ക് പോവുകയാണ്. എന്നിട്ട് മൂന്നാമത്തെ ലെയർ സെലക്ട് ചെയ്തു, അത് ആഡ് ആയിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് 4ാമത്തെ ലെയർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് വീണ്ടും താഴത്തെ ഫ്രീ ലെയർ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇമ്പോർട്ട് ഇമേജിലേക്ക് പോകുന്നു. അടുത്ത ലെയർ സെലക്ട് ചെയ്തു, അത് ആഡ് ചെയ്തു. ഓക്കെ, സെയിം പ്രോസസ്സ്. ഫ്രീ ലെയർ, ഇമ്പോർട്ട് ഇമേജ്, അടുത്തത്. ഓക്കെ, വീണ്ടും ഫ്രീ ലെയർ, ഇമ്പോർട്ട് ഇമേജ്, അടുത്ത ലെയർ. ഓക്കെ, അത് ആഡ് ചെയ്തു. ഇനി വീണ്ടും ഫ്രീ ലെയർ, ഇമ്പോർട്ട് ഇമേജ്, നെക്സ്റ്റ്. ഓക്കെ, അങ്ങനെ നമ്മൾ മുഴുവൻ ലെയർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എങ്ങനെ സ്മഡ്ജ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് തന്നെ സേവ് ചെയ്തത്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചതാണ് സ്കെച്ച് ബുക്കിലേക്ക് ഒരു നമ്മൾ ഇൻഫിനിറ്റി ഡിസൈനിൽ നിന്ന് വരച്ച നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോ സ്കെച്ച് ബുക്കിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ക്വാളിറ്റി കുറഞ്ഞു. അത് നിങ്ങൾ പുറമേ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ക്യാൻവാസ് സൈസ് സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ക്വാളിറ്റി നഷ്ടപ്പെടുന്നത്. നമ്മൾ ആ ഒരു ഇൻഫിനിറ്റി ഡിസൈനിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി തന്നെ ആ ഒരു ഫോട്ടോ സെയിം ക്വാളിറ്റി തന്നെ ഇതിൽ ആഡ് ആകുന്നുണ്ട്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമ്മളിപ്പോൾ നേരെ ഫസ്റ്റത്തെ ലെയറിലേക്ക് വരികയാണ്. ഫസ്റ്റ് ലെയറിൽ നമുക്ക് സ്മഡ്ജും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നമുക്ക് സെക്കൻഡ് ലെയർ എന്ന് പറഞ്ഞാൽ ഫേസിലാണ് മെയിനായിട്ടുള്ള സ്മഡ്ജിങ് ഉള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ആ ലോക്ക് ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അത് ലോക്ക് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്മഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ സ്മഡ്ജ് ചെയ്യുന്നത് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ പുറത്തുള്ള കളർ ഇപ്പോൾ വൈറ്റ് ആണെങ്കിൽ അത് ഉള്ളിലേക്ക് കയറാതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി സ്മഡ്ജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ലൈബ്രറിയിലേക്ക് വന്നിട്ട് സ്മഡ്ജ് സെക്ഷനിലേക്ക് വരികയാണ്. അപ്പോൾ സ്മഡ്ജ് സെക്ഷനിലേക്ക് താഴേക്ക് വരിക. ഓക്കെ, ഷേപ്പ് ഇവിടെ. ഓക്കെ, സ്മഡ്ജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്മഡ്ജിനായിട്ട് യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ളൊരു ബ്രഷ് സെലക്ട് ചെയ്തതാണ്. എനിക്കിവിടെ സ്മഡ്ജ് വെബ് ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്മഡ്ജ് വെബ് ബ്രഷിൻ്റെ സൈസും അതുപോലെ ഫ്ലോയും സ്ട്രെങ്ത്തും പറഞ്ഞുതരാം. ഞാൻ മാക്സിമം എത്ര പോയാലും ഫ്ലോ എടുക്കുന്നത് 9, 10, 8, 7 ഈ ഒരു സൈസിലാണ് എടുക്കുക. അത് നമുക്ക് അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ടാണോ ആഡ് ആകുന്നത് അല്ലെങ്കിൽ വലിഞ്ഞു പോകുന്നുണ്ടോ നോക്കണം. അതുപോലെ സൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സൂം ചെയ്യുന്നതിനനുസരിച്ചിട്ട് കുറേ കൂടുകയും ചെയ്യും. അപ്പോൾ അത് നമ്മുടെ സൂം ചെയ്യുമ്പോൾ ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതിൽ ഓൾറെഡി അവർ സെറ്റ് ചെയ്ത ആ ഒരു സ്ട്രെങ്ത്താണ്, അത് കുറക്കാനോ കൂട്ടാനോ പോയിട്ടില്ല. ഓക്കെ, അത് ഓൾറെഡി സെറ്റ് ആയിട്ടുള്ള 29 ആണ് സ്ട്രെങ്ത്ത്. അഥവാ നിങ്ങളുടെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ ഇതുപോലെ 29 ആക്കുക. അതുപോലെ ഫ്ലോ 9, 8, 7, 10 ഉള്ളിൽ എടുക്കുക. എന്നാൽ അധികം 5 താഴെയും പോകരുത്. ഓക്കെ, അങ്ങനെ സ്മഡ്ജ് വെബ് ബ്രഷിൽ എടുത്തിട്ടുണ്ട്. ഇനി നേരെ സ്മഡ്ജ് ചെയ്യാം. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ ലോക്ക് ചെയ്തിട്ട് വെക്കണം ആ ഒരു ലെയർ. എന്നിട്ട് ഓരോ കളറും മറ്റൊരു കളറുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൈസ് നമ്മൾ സൂം ചെയ്യുന്നതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്മഡ്ജ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ മുകളിലുള്ള ലെയറിലേക്ക് ആഡ് ആവില്ല. കാരണം നമ്മളിപ്പോൾ സ്കെച്ച് ബുക്കിൽ തന്നെ വരയ്ക്കുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാകും സ്കെച്ച് ബുക്ക് ചെയ്യുമ്പോൾ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടാണ് കളറൊക്കെ ആഡ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് നമുക്ക് മറ്റൊരു കളറിലേക്ക് ആഡ് ആവാതെ പോകും. നമ്മൾ ഔട്ട്ലൈനിലൊന്നും ആഡ് ആവാതെ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അങ്ങനെ കറക്റ്റായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഇനി കാണുന്നത് ചെറിയൊരു സ്മഡ്ജിൻ്റെ സ്പീഡ് സെക്ഷനാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ ബാക്കിയുള്ള ലെയറുകൾ ഇപ്പോൾ നിങ്ങൾ ക്യാപ്പിൽ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. അതുപോലെ അടുത്ത ഫേസിൽ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെയിം പ്രോസസ്സ് തന്നെ ബാക്കി എല്ലാ ലെയറുകളിലും സ്മഡ്ജ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കുക.
അങ്ങനെ നിങ്ങൾ സ്മഡ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതെല്ലാം ലെയർ ഇപ്പം ഡ്രസ്സിലാണ് ഡ്രസ്സിലേക്ക് വരിക, എന്നിട്ട് ആ ഒരു സെക്ഷൻ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഈ ഒരു ലെയർ ഇതിനകത്തേക്ക് എഴുതിയിട്ട് ഇങ്ങനെ സ്മഡ്ജ് ചെയ്യാം. അപ്പോൾ ഇൻഫിനിറ്റി ഡിസൈനിൽ നിന്ന് നമുക്ക് സ്മഡ്ജ് ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു വെക്ടർ ആപ്പാണ്. അപ്പോൾ നമുക്ക് അതിൽ വെക്ടർ ചെയ്തിട്ട് അതിൽ നിന്ന് ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഓപ്പോസിറ്റ് കുറച്ചിട്ടൊക്കെയാണ് ഒരുപാട് ടൈം എടുത്താൽ നമുക്ക് ആ ഒരു സ്മഡ്ജിങ് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്കെച്ച് ബുക്കിൽ ആഡ് ചെയ്തിട്ട് നല്ല വൃത്തിയിൽ വളരെയധികം ടൈം എടുത്ത് നല്ല രീതിയിൽ സ്മഡ്ജ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്, എങ്ങനെ നമുക്ക് സ്കെച്ച് ബുക്കിലേക്ക് ഈ ഒരു ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് ആഡ് ചെയ്തിട്ട് എങ്ങനെ നല്ല രീതിയിൽ സ്മഡ്ജ് ചെയ്യാം, മറ്റുള്ള ലെയറുകളിൽ ആഡ് ആവാതെ നല്ല രീതിയിൽ എങ്ങനെ സ്മഡ്ജ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ. അത് ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പേ നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണണ്ടേ. നമ്മൾ ആദ്യം ചെയ്ത പിക്ചറാണിത്, രണ്ടാമത്തേത് ചെറിയ എഫക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ സ്മഡ്ജ് ചെയ്യുന്നത്.